മക്കളെ, റീനീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ, അതായത് 2026 റീനീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. റീനീറ്റിന്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം നടന്ന, അതായത് 2026 ആദ്യം നടന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിന്റെ പേരിൽ റദ്ദാക്കി റീനീറ്റ് പ്രഖ്യാപിച്ച അന്ന് തൊട്ട് ഇതുവരെ ഇല്ലാത്തൊരു ചരിത്രമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അതായത് മുമ്പൊക്കെ കുട്ടികളുടെ പരാതി അങ്ങനെ കാര്യമായിട്ടൊന്നും പരിഗണിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. എക്സാം ക്യാൻസൽ ചെയ്തതിന് ശേഷം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എല്ലാ പരാതികൾക്കും സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ആദ്യം തന്നെ എന്ത് ചെയ്തു? നിങ്ങളുടെ റീഫണ്ട്, അന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച ഫീ റീഫണ്ട് ചെയ്യാം എന്ന് ആദ്യം തന്നെ സമ്മതിച്ചു. അപ്പൊ അതിന്റെ റീഫണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സ് എക്സാം കഴിയുന്നതോടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതൊന്ന്. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഫേവർ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നൊരു പുതിയ നോട്ടിഫിക്കേഷൻ തന്നെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് റീനീറ്റിന്റെ സമയത്ത്, അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിൽ അവർ പറയുന്നുണ്ട്, കുട്ടികളുടെ പല പ്രാവശ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ പരാതികൾ പരിഗണിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു എക്സാം നടത്താൻ വേണ്ടി കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്ത് ആ ഫീഡ്ബാക്കിൽ നിന്ന് ഉണ്ടായ തീരുമാനങ്ങളാണ്. അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ ചെറുതായി തോന്നുമെങ്കിലും അതിലൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് ഇപ്പൊ സാധാരണഗതിയിൽ കുട്ടികൾക്ക് വലിയൊരു സാധാരണ ഒരാൾ കേൾക്കുമ്പോൾ ഇത് വലിയ ചേഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായത് പോലും കുട്ടികൾക്ക് ഒരുപാട് ഫെസിലിറ്റി അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വരുന്നു. അപ്പൊ 2026 റീടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂ ചേഞ്ചസ്, എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് ഇന്ത്യയെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഫീസിന്റെ റീഫണ്ടിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിന്റെ പ്രൊസീജിയേഴ്സും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ വ്യത്യാസം എന്താ? ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 195 മിനിറ്റ്, മുമ്പ് 180 മിനിറ്റ് ആയിരുന്നു. 180 മിനിറ്റ് ആയിരുന്നു, അതായത് 3 മണിക്കൂറായിരുന്ന എക്സാം. അതിൽ ഒരുപാട് എല്ലാ വർഷവും ഉണ്ടാവുന്ന പരാതിയാണ് ഈ 3 മണിക്കൂർ. 2 മണി തുടങ്ങി 5 മണി വരെ ആയിരുന്നു പണ്ട് എക്സാം. ഈ 5 മണി വരെയുള്ള സമയത്തിനുള്ളിൽ അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യാൻ വരുന്നു, അതേപോലെ തമ്പ് ഇംപ്രഷൻ എടുക്കാൻ വരുന്നു, ചിലപ്പോൾ ബയോമെട്രിക് റീ ചെയ്യാൻ വരുന്നു. ഇങ്ങനെ കുറേ സമയം പോകുന്നു. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു 15 മിനിറ്റ് ആഡ് ചെയ്ത് തന്നു. അപ്പൊ 15 മിനിറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഗുണപ്പെടുക എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക 2 മണി തുടങ്ങി 5:15 വരെയാണ്. ഇതിനുള്ളിൽ അറ്റൻഡൻസിന്റെ പ്രോഗ്രാം നടക്കും. അപ്പോൾ ശരിക്കും 3 മണിക്കൂറാണ് എക്സാം എന്ന് ചോദിച്ചാൽ 3 മണിക്കൂർ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയിരിക്കും ബാക്കി. കാരണം ഈ അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യുന്നതും തമ്പ് ഇംപ്രഷൻ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സമയം ഒരു 15 മിനിറ്റ് ഡിലേ കൂട്ടിയാൽ പോലും നിങ്ങൾ 2 മണിക്ക് തുടങ്ങിയാൽ 5:15 തീർത്താൽ മതി. അപ്പൊ അതിനിടയിൽ ഈ സമയം പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻ 180 ക്വസ്റ്റ്യൻ ചെയ്യാൻ 180 മിനിറ്റ് എന്തായാലും കിട്ടും. ചിലപ്പോൾ 180 കൂടുതലും കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മിനിമം 180 അഷ്യൂർ ചെയ്തു. അപ്പോൾ എക്സാം 195 മിനിറ്റ് ആണ്. 2 മണിക്ക് തുടങ്ങിയാൽ 5:15 നിങ്ങൾ പേപ്പർ കൊടുത്താൽ മതി. അപ്പൊ 5:15 വരെ നിങ്ങൾക്ക് സമയമുണ്ട്, എക്സാമിന് സമയമുണ്ട്. അതിനിടയ്ക്ക് അറ്റൻഡൻസ് ഷീറ്റ് വന്നോട്ടെ, ഫോട്ടോഗ്രാഫർ വന്നോട്ടെ, വീഡിയോഗ്രാഫർ വന്നോട്ടെ, ഒക്കെ വന്നോട്ടെ, നിങ്ങളെ ബാധിക്കില്ല. ആ 15 മിനിറ്റോടെ അഡീഷണൽ തന്നു. ഒന്ന്, ഇതൊരു വലിയ മാറ്റം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണിത്. രണ്ടാമത്തേത് സ്പേസ് ഫോർ റഫ് വർക്ക്. ഒരുപാട് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇങ്ങനെ ചെറുതായി ചെയ്യും. ഓക്കെ, ഇപ്പൊ റഫ് വർക്കിന്റെ കാര്യത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് 2 ഷീറ്റ് അഡീഷണലി ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് 2 ഷീറ്റാണ് റഫ് വർക്കിന് തന്നിരുന്നത്. അപ്പൊ ഇപ്പൊ ഇന്ത്യ പറയുന്നത് അത് മതിയാവില്ല എന്നുള്ള പരാതി കൊണ്ട് 2 more ഷീറ്റ്, 2 ഷീറ്റ് കൂടി തന്നു. അപ്പൊ ടോട്ടൽ എത്രയായി? 4 ഷീറ്റ് റഫ് വർക്കിന് തന്നു. 2 ഷീറ്റ് ആദ്യം ഉണ്ടായിരുന്നു, 2 കൂടി തന്നു, 4. അപ്പൊ ചോദിക്കും അതൊരു വലിയ വ്യത്യാസമാണോ? അതിൽ വേറൊരു ചേഞ്ച് ഉണ്ട്. അതെങ്ങനെയാണ്? തുടക്കത്തിൽ 2 ഷീറ്റ്, അതായത് ഇൻസ്ട്രക്ഷൻസ്, നിങ്ങൾ തുടക്കത്തിൽ ഇൻസ്ട്രക്ഷൻസ് വായിക്കുന്നതിന് ശേഷം 2 ഷീറ്റ്, ലാസ്റ്റ് 2 ഷീറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് 180 ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുമ്പും 2 ഷീറ്റ് ഉണ്ട്, 180യുടെ ശേഷവും 2 ഷീറ്റ് ഉണ്ട്. അപ്പോൾ 4 കൂടെ ഒരിടത്തല്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുമ്പിലും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ശേഷവും തന്നിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കൂടി കുറച്ച് സൗകര്യമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നവർ പറയുന്നു. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് 2 ഷീറ്റ് കൂടി അഡീഷണലി കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പും 2 ഷീറ്റ് ഉണ്ട്, 180ാമത്തെ ക്വസ്റ്റിന് ശേഷവും 2 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റഫ് വർക്കിന് വേണ്ടി സ്ഥലം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 2 ചേഞ്ച് ഒരുപാട് കാലം കുട്ടികൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ കുട്ടികൾ പ്രതീക്ഷിക്കുന്ന ഒരു ചേഞ്ചാണ്. റഫ് വർക്കിന് സ്ഥലമില്ലല്ലോ, അത് തീരുമാനമായി. നിങ്ങളുടെ സമയം അറ്റൻഡൻസിൽ കൂടി പോകുന്നല്ലോ, അതിനും തീരുമാനമായി. അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്തായാലും 2026 റീടെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അവര് അഡീഷണലി തന്നിരിക്കുന്ന 2 ഫേവറാണ്. അപ്പൊ ഇനി ഇതിന്റെ ഡീറ്റെയിൽ, അപ്പൊ ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ആ കാര്യങ്ങളൊന്നും പറഞ്ഞേ ഉള്ളൂ. അപ്പൊ റീനീറ്റ് തയ്യാറാവുന്ന അല്ലെങ്കിൽ റീനീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ബൈലിംഗ്വൽ ക്വസ്റ്റ്യൻ, മലയാളവും ഇംഗ്ലീഷും ചേർന്ന ക്വസ്റ്റ്യൻ എടുത്താലും ഇംഗ്ലീഷ് മാത്രം എടുത്താലും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, പിന്നെ സിറ്റി ഇന്റിമേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ, അഡ്മിറ്റ് കാർഡ് പിന്നാലെ വരും.
അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ മാറ്റങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എന്നുള്ള ബോധ്യം ഉള്ളിൽ ഉണ്ടാവണം. നല്ല രീതിയിൽ എക്സാം എഴുതുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.